ക്രൈം ചെയ്താൽ വക്കീൽ ഓഫീസാണെന്ന് നോക്കണോ? ക്രൈം ചെയ്ത ആളിനെ ഒരു പരാതി കൊടുത്താൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ മർദ്ദിച്ചാളെ പോലീസ് പിടിക്കുക എന്നുള്ളതിന് ക്രൈം ചെയ്ത സ്ഥലവും കൂടിയാണ്. ക്രൈം ചെയ്ത സ്ഥലത്ത് ആളുണ്ട്, അവിടെ കയറി ആളെ പ്രതിയെ പിടിക്കുക എന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതിന് വക്കീൽ ഓഫീസാണ് എന്ന് നോക്കണോ? നിയമത്തിൽ അങ്ങനെ ഒരു ഇത് ഇല്ല. നിയമത്തിൽ അങ്ങനെ വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ ബാർ അസോസിയേഷൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ ഞാൻ ഉൾപ്പെടുന്ന, ഞാനും ആ ബാർ അസോസിയേഷനിലെ മെമ്പറാണ്. അങ്ങനെ ഒരു നിലപാട് കാരണം അത് അവിടെ അഡ്വക്കേറ്റ് ബെയിലിൻദാസ് എന്ന എൻ്റെ സീനിയറിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ആ സ്ഥാനത്ത് ആരായിരുന്നല്ലോ, ഒരു സീനിയേഴ്സിന്, ഇപ്പോൾ ആ സ്ഥാനത്ത് ഞാനായിരുന്നാൽ പോലും അവർ അങ്ങനെ ഒരു നിലപാട് എടുക്കുമായിരുന്നു. അത് എൻ്റെ ബാർ അസോസിയേഷൻ്റെ തീരുമാനമാണ്. അതിലെനിക്ക് മറ്റ് അഭിപ്രായങ്ങളൊന്നുമില്ല. അവിടെ അതൊരു നീതി നിഷേധമായിട്ട് ഒരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്സോ ഉണ്ടെന്നോ അങ്ങനെ ഒന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇതിനകത്ത് ഈ ബെയിലിൻദാസ് ഒരു 3 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു ദിവസം ഇന്നലെ തന്നെ ജാമ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാമിൽ പറഞ്ഞിരുന്നു നീതി കിട്ടി, അറസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞു നീതി കിട്ടി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ജൂനിയർ അഭിഭാഷകയെ അടിച്ച ആ പ്രതി ഒരു 3 ദിവസം അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും. അക്കാര്യമൊക്കെ ഓർക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയിരുന്നോ? ഒരിക്കലും ഇത്തരത്തിലൊക്കെ ഇത്രയും എൻ്റെ ഈ വാർത്ത തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇന്നത്തെ തിങ്കളാഴ്ചയിലോട്ട് മാറ്റിയെന്നറിഞ്ഞു. അതിലും എനിക്ക് യാതൊരുവിധ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്ന് നിന്ന് എനിക്ക് നീതി നേടി തന്നു എന്നുള്ള കാര്യം ഞാനത് പറഞ്ഞതാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു. ഇനി അത് കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യം, അത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയുടെ ഉത്തരവ് എന്ത് തന്നെ ആയാലും എനിക്കതിൽ മറുത്തൊരു അഭിപ്രായവും ഇല്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും. അഭിഭാഷക സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് അപ്പോൾ നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെയാണല്ലോ. ഞാൻ എൻ്റെ പരാതി എന്നെ അടിച്ചു, എൻ്റെ പരാതിയൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ കോടതിയുടെ മുന്നിലുള്ള കാര്യം നടക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം, എന്നെ അടിച്ചു എന്നുള്ളത് നടന്ന കാര്യമാണ്. അടിച്ച ആൾക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ള കാര്യമാണ്. അതിൽ ഇനിയൊരു മാറ്റം ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ തന്നെയാണ്, എൻ്റെ നിലപാട് എന്താണോ അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രാക്ടീസിന് പോകുമെന്ന് തന്നെ. എന്ന് പോകുമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ ഉറപ്പായിട്ടും ഇനിയും മഞ്ചൂർ കോടതിയിൽ തന്നെ പ്രാക്ടീസിന് പോകും. 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഉണ്ടായ ഒരു വിഷയമാണ്. സീനിയർ എന്ന നിലയിൽ ഉണ്ടായപ്പോൾ ഒരു പ്രശ്നമാണെന്നുള്ളതാണ് ഇന്നലെ വാദം വന്നത് ജാമ്യാപേക്ഷയുടെ ഇടയ്ക്ക്. അങ്ങനെയാണോ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എൻ്റെ സ്റ്റോറി വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഇനി ഡിഫൻസ് അത് കോടതി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയേണ്ട കാര്യമില്ല. കോടതിയിൽ അവർക്ക് എന്ത് ഡിഫൻസ്, ഇപ്പോൾ ഒരു പ്രതിയെ ഒരാൾ കുത്തിക്കൊന്നാലും ആ കുത്തിക്കൊന്ന ആൾക്കും പറയാൻ ഡിഫൻസ് ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് മാനിക്കുന്നു. അവരെന്ത് ഡിഫൻസ് വേണോ അതിലെടുത്തോട്ടെ. അതിലൊന്നും എനിക്ക് യാതൊരു കാര്യമില്ല. എൻ്റെ ഭാഗം എന്ത് എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പരാതിയിലും മീഡിയയിലും മൊഴിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ എനിക്ക് കൂടുതലൊന്നുമില്ല.